വിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിനത്തിൽ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിന് സർക്കാർ അനുമതി നിഷേധിച്ചതായി സഭാ നേതൃത്വം. ക്യൂബയിലെ മയാബെക് പ്രവിശ്യയിലെ മുനിസിപ്പാലിറ്റിയിലെ ഫാദർ റൊളാൻഡോ മോണ്ടസിനാണ് തിരുനാൾ പ്രദക്ഷിണം നടത്താൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മതകാര്യ കാര്യാലയം അനുമതി നിഷേധിച്ചത്. വിശ്വാസപരമായ ആഘോഷം ഇവിടുത്തെ പാരമ്പര്യമല്ലെന്ന ആരോപണം ഉന്നയിച്ചാണ് സർക്കാർ അനുമതി നിഷേധിച്ചത്. അതേസമയം ക്യൂബയിലെ ദയനീയമായ ജീവിത സാഹചര്യവും ഭരണകൂടത്തിന്റെ ജനദ്രോഹ നയങ്ങളിലും പ്രതിഷേധവുമായി നിരവധി കത്തോലിക്ക വൈദികർ രംഗത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്ന വൈദികരോടുള്ള പ്രതികാരത്തിന്റെ പ്രതിഫലനമാണ് പ്രദക്ഷിണത്തിന് ഏർപ്പെടുത്തിയ വിലക്കെന്ന് മതസ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുന്ന ഓസ്വാൾഡോ ഗല്ലാർഡോ പറഞ്ഞു. സമീപ കാലയളവിൽ ദ്വീപിലെ ഭരണകൂടത്തിന്റെ കടുംപിടുത്തത്തിനെതിരെയും സ്വാതന്ത്ര്യമില്ലായ്മയും അപലപിച്ച് നിരവധി തവണ പ്രതികരിച്ച വൈദികരിൽ ഒരാളാണ് ഫാദർ മോണ്ടസ്. ഭരണകൂട വിമർശനമാണ് അധികൃതർ ദിവ്യകാരുണ്യ പ്രദക്ഷിണം തടഞ്ഞതിന് പിന്നിലെ കാരണമായി നിരീക്ഷിക്കപ്പെടുന്നത്. 2022 രാജ്യത്തെ ജെസ്യൂട്ട് സമൂഹത്തിന്റെ സുപ്പീരിയറും ക്യൂബൻ കോൺഫറൻസ് ഓഫ് റിലീജിയസ് മെൻ ആൻഡ് വിമൻ പ്രസിഡന്റുമായ ഫാദർ ഡേവിസ് പന്തലിയോണിനെ ക്യൂബയിൽ നിന്ന് അകാരണമായി പുറത്താക്കിയത് ഏറെ വിവാദമായിരുന്നു.